ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ ഒരുങ്ങുന്നു എന്ന സൂചന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. ഇറാനെതിരായ US സൈനിക നീക്കങ്ങളിൽ പിന്തുണ നൽകാത്ത സഖ്യകക്ഷികളോടുള്ള കടുത്ത നീരസമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ബ്രിട്ടീഷ് ദിനപത്രമായ ടെലിഗ്രാഫിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ വിസ്ഫോടനാത്മകമായ നിലപാട് വ്യക്തമാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ നാറ്റോ സഖ്യം ഉപേക്ഷിക്കുന്ന കാര്യം തന്റെ ഭരണകൂടം അതീവ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ സൈനിക കരത്തിൽ സുരക്ഷിതരായിരിക്കുകയും എന്നാൽ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളപ്പോൾ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന സമീപനമാണ് സഖ്യകക്ഷികളുടേതെന്ന് അദ്ദേഹം ആരോപിച്ചു. നാറ്റോയുടെ വിശ്വസ്തതയെക്കുറിച്ച് തനിക്ക് ദീർഘകാലമായി സംശയം ഉണ്ടായിരുന്നുവെന്ന് ട്രംപ് വെളിപ്പെടുത്തി. നിലവിൽ ഇതൊരു കടലാസ് പുലി മാത്രമാണെന്നും യാതൊരു പ്രായോഗിക ഗുണവുമില്ലാത്ത ഈ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പുറത്തു കടക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും അദ്ദേഹം ടെലിഗ്രാഫിനോട് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സൈനിക നയങ്ങളെ തളച്ചിടാൻ മാത്രമേ ഈ സഖ്യം ഉപകരിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. നാറ്റോ സഖ്യം തന്നിലോ അമേരിക്കൻ ഭരണകൂടത്തിലോ യാതൊരു സ്വാധീനവും ചെലുത്തില്ലെന്ന് ട്രംപ് തുറന്നടിച്ചു. അവർ വെറും കടലാസ് പുലിയാണെന്ന് എനിക്കറിയാം. അതിലുപരി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇക്കാര്യം കൃത്യമായി അറിയാം എന്ന ട്രംപിന്റെ പരാമർശം യൂറോപ്യൻ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സഖ്യത്തിന്റെ ആന്തരിക ബലഹീനത പരസ്യമായി വിളിച്ചു പറയുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിൽ ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത സംഘർഷമാണ് ട്രംപിനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ ഭീഷണിയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ സംയുക്ത സൈനിക നീക്കം വേണമെന്ന അമേരിക്കയുടെ ആവശ്യം നാറ്റോ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ സൈന്യത്തെ വിന്യസിക്കാൻ വിസമ്മതിച്ച സഖ്യകക്ഷികളുടെ നടപടി വഞ്ചനയാണെന്നാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ചിലവിൽ സുരക്ഷ ആസ്വദിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഘട്ടത്തിൽ മാറി നിൽക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നിശബ്ദത ഇറാന് ലഭിക്കുന്ന പരോക്ഷ പിന്തുണയാണെന്നും അദ്ദേഹം കരുതുന്നു. അമേരിക്കൻ നികുതി പണം ഉപയോഗിച്ച് ലോകത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. നാറ്റോയുടെ ഭൂരിഭാഗം ചിലവുകളും വഹിക്കുന്നത് അമേരിക്കയാണെന്നും എന്നാൽ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് ഈ പിന്മാറ്റ നീക്കം. ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ കടുത്ത ആശങ്ക പടർന്നിരിക്കുകയാണ്. അമേരിക്കയില്ലാത്ത നാറ്റോയ്ക്ക് നിലനിൽപ്പില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പിന്മാറ്റം യൂറോപ്പിന്റെ സുരക്ഷയെ അപകടത്തിലാക്കും. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന വാശിയിലാണ് ട്രംപ്. ഹോർമുസ് വിഷയത്തിൽ സഖ്യകക്ഷികൾ നിലപാട് മാറ്റണമെന്നും ഇറാനെതിരെ കർശന നടപടിക്ക് തയ്യാറാകണമെന്നുമാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഇറാൻ വിഷയത്തിൽ അമേരിക്ക ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് സഖ്യകക്ഷികളുടെ പരാതി. മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് മേഖലയെ തള്ളിവിടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ജർമ്മനിയും ഫ്രാൻസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സഖ്യകക്ഷികളുടെ ഈ സമാധാനവാദം വിരുദ്ധമാണെന്നാണ് ട്രംപ് പരിഹസിക്കുന്നത്. അമേരിക്കയിലെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും ട്രംപിന്റെ നീക്കത്തെ വിമർശിച്ചു. പതിറ്റാണ്ടുകളായുള്ള സൗഹൃദ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയെ ഒറ്റപ്പെടുത്തുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിദേശ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കൻ സൈനികരുടെ ജീവൻ പണയപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്നാണ് ട്രംപിന്റെ മറുപടി. പുടിനെ പരാമർശിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പ്രസ്താവന നാറ്റോയുടെ ഉള്ളിൽ വലിയ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. സഖ്യകക്ഷികൾക്കിടയിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റഷ്യക്കെതിരെയുള്ള ഒരു പ്രതിരോധ കവചം എന്ന നിലയിൽ നാറ്റോയുടെ പ്രസക്തി ഇല്ലാതാകുന്നത് ആഗോള രാഷ്ട്രീയ ക്രമത്തെ മാറ്റിമറിക്കും. ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ തുടരുമ്പോഴും സഖ്യകക്ഷികൾ നിസ്സംഗത പാലിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന് പെന്റഗൺ വൃത്തങ്ങളും ആശങ്കപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം തകർക്കാൻ നാറ്റോയുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണെന്ന് സൈനിക മേധാവികൾ കരുതുന്നുണ്ടെങ്കിലും ട്രംപ് രാഷ്ട്രീയമായ തീരുമാനവുമായാണ് മുന്നോട്ട് പോകുന്നത്. വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നാറ്റോയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റത്തിനുള്ള നിയമപരമായ വശങ്ങൾ വൈറ്റ് ഹൌസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കേവലം ഒരു ഭീഷണിയല്ലെന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്നും ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ ഈ നീക്കം ആഗോള ഓഹരി വിപണികളിലും ഇടിവുണ്ടാക്കി. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് വ്യാപാര മേഖലയെ ബാധിക്കുമെന്ന ഭീതിയിലാണ് നിക്ഷേപകർ. പ്രതിരോധ കരാറുകളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായി ഈ പിന്മാറ്റം സംഭവിച്ചാൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ നയതന്ത്ര മാറ്റമായിരിക്കും. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം നാറ്റോ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകുന്നത് ആദ്യമായാണ്. ഇറാൻ ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിലുള്ള ഭിന്നത തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ടെഹ്റാൻ കണക്കുകൂട്ടുന്നു. പാശ്ചാത്യ ശക്തികൾക്കിടയിലെ ഈ വിള്ളൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിയേക്കാം.
അടുത്ത കുറച്ച് ദിവസങ്ങൾ നാറ്റോയുടെ ഭാവി സംബന്ധിച്ച് അതീവ നിർണായകമാണ്. ബ്രസൽസിൽ അടിയന്തര നാറ്റോ യോഗം വിളിച്ചു ചേർക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയെ സഖ്യത്തിൽ നിലനിർത്താൻ സഖ്യകക്ഷികൾ എന്ത് വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ കടലാസ് പുലി പ്രയോഗം നാറ്റോ ആസ്ഥാനത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. സഖ്യത്തിന്റെ സൈനിക ശേഷിയേക്കാൾ അതിന്റെ രാഷ്ട്രീയമായ ഒരുമയ്ക്കാണ് ട്രംപ് പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ ആഗോള പ്രതിരോധ നയങ്ങളെ സ്വാധീനിക്കും. അന്തിമമായി തന്റെ മുൻഗാമികൾ ഉണ്ടാക്കിയ എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളെയും ഉടച്ചു വാർക്കുക എന്ന ട്രംപിന്റെ നയത്തിന്റെ തുടർച്ചയാണിത്. നാറ്റോ വിടാനുള്ള തീരുമാനം അദ്ദേഹം നടപ്പിലാക്കിയാൽ അത് ലോകത്തെ പുതിയൊരു ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ തീർത്തും അസ്ഥിരമായ ഒരു സുരക്ഷാ സാഹചര്യത്തിലേക്കോ നയിച്ചേക്കാം.